വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ജനജീവിതത്തിന് ഭീഷണിയാകുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ. ഉഗ്രസ്ഫോടനം വഴി വീടുകൾക്ക് നാശം സംഭവിക്കുന്നു എന്നാണ് പരാതി. അധികൃതരുടെ ഒത്താശയിലാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. യുക്രൈനിലും റഷ്യയിലൊക്കെ വലിയ സ്ഫോടനം എന്ന് പറഞ്ഞു കേട്ടില്ല. അതിനേക്കാൾ സ്ഫോടനം ഇവിടെ നടക്കുന്നത്. പ്രസവിച്ചു കിടന്ന കൊച്ച് അവൾ നോക്കുമ്പോൾ ഒരു വലിയൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ തന്നെ ഭിത്തി ഇങ്ങ് വിരിഞ്ഞു. അവൾ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി. പെറ്റ് കിടക്കുന്ന പെണ്ണ്. ഈ അവസ്ഥയാണ്. ഇവിടെ ഒരു കോറ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇനി ഒരു പെര വെച്ച് താമസിക്കാൻ പറ്റില്ല. ഈ ഇവിടുത്തെ മക്കൾ ഇവരുടെയൊക്കെ പിള്ളേർ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആ വീട് പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ പറഞ്ഞ സ്ഥിതി എന്താ? പാടിച്ചിറ ആരോഗ്യ കേന്ദ്രത്തിനടുത്തുള്ള പാറമടയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം. ക്വാറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉഗ്രസ്ഫോടനം നടത്തുന്നു എന്നാണ് പ്രധാന പരാതി. ഇതുമൂലം വീടുകൾക്ക് നാശം സംഭവിക്കുന്നുവെന്നും കൃഷി നശിക്കുന്നുവെന്നും ആരോപണം. ഈ ക്വാറി നിയമവിരുദ്ധമായി ഇവർക്ക് കൊടുത്തിരിക്കുന്ന അനുമതിക്ക് മേലെ ബ്ലാസ്റ്റിംഗ് നടത്തുന്നതുകൊണ്ട് ഒരേ സമയം ഒറ്റ ബ്ലാസ്റ്റിങ്ങിൽ തന്നെ 10-25 ലോഡ് കല്ല് കയറ്റി പോകുന്ന വിധത്തിലാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. ഈ ബ്ലാസ്റ്റിങ്ങിൻ്റെ ശക്തി കൂടിയതുകൊണ്ട് പരിസരങ്ങളിലുള്ള ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ ചീള് തെറിച്ച് കല്ല് തെറിച്ച് വീടുകളുണ്ടായിരുന്നത്. പരിസരത്തുള്ള കൃഷി നശിക്കുന്നതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നു. പാറമടയ്ക്കെതിരെ പരാതികൾ അനവധി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി തവണ നാട്ടുകാർ ക്വാറിയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചിരുന്നു. ക്വാറി പ്രവർത്തിക്കാൻ അധികൃതരുടെ ഒത്താശയുണ്ടെന്നും ആരോപണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ക്വാറി തടയുന്ന സമയത്ത് ലൈസൻസ് പരിശോധിച്ചപ്പോൾ ആ വ്യക്തിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുകയും CI കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അവിടെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇയാളെ വിടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷേ പിറ്റേ ദിവസത്തെ പേപ്പറിലാണ് ഞങ്ങൾ അറിഞ്ഞത് അയാളെ ജാമ്യത്തിൽ വിട്ടെന്നുള്ള കാര്യം. എല്ലാ അനുമതികളോടും കൂടിയാണ് പാറമടയുടെ പ്രവർത്തനമെന്ന് ക്വാറി ഉടമ വിശദീകരിക്കുന്നു. സർക്കാർ നിബന്ധനകൾ പാലിച്ചാണ് സ്ഫോടനം നടത്തുന്നതെന്നും ക്വാറി ഉടമ വ്യക്തമാക്കി. 24 വയനാട്.